കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? മൃതസഞ്ജീവനി. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി ഏതാണ്? സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി ഏതാണ്? വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം. ജീവിതശൈലീ രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജീവിതശൈലീ രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി. കുട്ടികൾക്കുണ്ടാകുന്ന പ്രമേഹ രോഗത്തിന് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? കുട്ടികൾക്കുണ്ടാകുന്ന പ്രമേഹ രോഗത്തിന് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏത്? കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏത്? ഹരിശ്രീ. കേരളത്തിൽ ശിശുമാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൽ ശിശുമാതൃ മരണനിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന സമഗ്ര നവജാത ശിശു സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിൽ അറിയപ്പെടുന്നു? ശലഭം പദ്ധതി. കേരളത്തിലെ പൊതുജനാരോഗ്യ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ആർദ്രം മിഷൻ. കേരളത്തിലെ പൊതുജനാരോഗ്യ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ആർദ്രം മിഷൻ. കേരളത്തിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ എല്ലാവർക്കും സുരക്ഷിതമായ വീട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. കേരളത്തിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ എല്ലാവർക്കും സുരക്ഷിതമായ വീട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. അച്ഛനമ്മമാർ മരിച്ചതോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും മറ്റേയാൾക്ക് സംരക്ഷിക്കാൻ കഴിയാത്തതുമായ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അച്ഛനമ്മമാർ മരിച്ചതോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും മറ്റേയാൾക്ക് സംരക്ഷിക്കാൻ കഴിയാത്തതുമായ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പ്രത്യേക സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പ്രത്യേക സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ബെൽ ഓഫ് ഫെയ്ത്ത്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായി ആവിഷ്കരിച്ച പദ്ധതി. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുകൃതം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുകൃതം. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോരം. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോരം.
ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി നൽകുന്ന ക്യാഷ് അവാർഡ് പദ്ധതി ഏത്? ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി നൽകുന്ന ക്യാഷ് അവാർഡ് പദ്ധതിയാണ് വിജയാമൃതം. ഓൺലൈൻ പഠനം സാർവത്രികമായ സാഹചര്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ലഭ്യമാക്കാൻ കുടുംബശ്രീയും KSFEയും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓൺലൈൻ പഠനം സാർവത്രികമായ സാഹചര്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ലഭ്യമാക്കാൻ കുടുംബശ്രീയും KSFEയും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാശ്രീ. മാറാരോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സക്കാവശ്യമായ കേരള സർക്കാരിൻ്റെ ധനസഹായ പദ്ധതി ഏത്? മാറാരോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സക്കാവശ്യമായ കേരള സർക്കാരിൻ്റെ ധനസഹായ പദ്ധതിയാണ് താലോലം. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി ഏത്? കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി.